ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കാണാനും കഴിക്കാനും നല്ല അടിപൊളിയായിട്ടുള്ളൊരു വത്തക്ക ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഈ വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണം. ഇപ്പോൾ ഇതാ ഞാനിവിടെ വത്തക്ക ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ബാക്കി വലിയ വത്തക്കയായിരുന്നു വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ബാലൻസ് വരുന്നത് ഞാനിവിടെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ വത്തക്ക വാങ്ങുമ്പോൾ എപ്പോഴും ഈ പുറന്തോടിൻ്റെ ഒരു ഭാഗം, അതായത് പുറന്തോട് മൊത്തത്തിൽ ഗ്രീൻ കളറായിരിക്കും. പക്ഷെ അത് എവിടെയെങ്കിലും ഒരു ഭാഗം ചെറിയൊരു യെല്ലോ കളർ ഉള്ളത് നോക്കി വാങ്ങണം. അങ്ങനെ വാങ്ങിയാൽ നമ്മുടെ വത്തക്കേൻ്റെ ഉൾഭാഗം നല്ല കളറുള്ളതും അതുപോലെ തന്നെ നല്ല മധുരമുള്ള വത്തക്കയായിട്ട് നമുക്ക് കിട്ടും. ഞങ്ങളിവിടെ വത്തക്ക എന്നൊക്കെ പറയലുണ്ട്. അപ്പം ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും പറയുന്നത്. തണ്ണിമത്തൻ എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ പല പേരിൽ പറയുന്നവരുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ട്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ കറുപ്പ് കളറിൽ കാണുന്ന കുരുവൊക്കെ മൊത്തത്തിൽ ഞാനിവിടെ മാറ്റി കൊടുക്കുന്നുണ്ട്. ആ കുരു നമ്മൾ ജ്യൂസ് അടിക്കുന്നതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, കാരണം മൊത്തത്തിൽ നല്ലതുപോലെ അരിഞ്ഞു കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളിത് അരിച്ചൊന്നും എടുക്കുന്നില്ല ജ്യൂസ്. അപ്പോൾ ഇത് ആ ബ്ലാക്ക് കളറിൽ കാണുന്ന ആ കുരുവൊക്കെ മൊത്തത്തിൽ നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. ബാക്കി ആ വൈറ്റ് കളറിലെ കുരുവൊക്കെ ചെറുതായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ട്സ് തന്നെയാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ നല്ലതുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സാണ്. അപ്പം ഞാനിതാ ഇതൊരു പാത്രത്തിലേക്ക് ഇവിടെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ല കളറുള്ള വത്തക്ക ആയതുകൊണ്ട് തന്നെ ഇത് ജ്യൂസ് അടിച്ചാലും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ഞാൻ അധികം നല്ലതുപോലെ തണുത്തിട്ടുള്ള പാലാണ് വെച്ച് കൊടുക്കുന്നത്. കട്ടപ്പാലല്ല, പക്ഷേ നമ്മൾ സാധാരണ നല്ല തണുപ്പിച്ച പാലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിലേക്ക് 2 ഏലക്കയും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ വത്തക്ക ജ്യൂസിന്. അതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മൾ ജ്യൂസ് തയ്യാറാക്കുമ്പം ചേർക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ വലിയൊരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും അതുപോലെ തന്നെ പാലൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ് ക്യൂബ് ആണെങ്കിലും നിങ്ങൾക്ക് എത്രത്തോളം തണുപ്പ് വേണോ അത്രത്തോളം നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. മിൽക്ക് മെയ്ഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കുക. അതിലാണ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഈ ജ്യൂസ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ അരിച്ചെടുക്കുന്നൊന്നുമില്ല, കാരണം വത്തക്ക അങ്ങനെ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നല്ലതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ അടിച്ചെടുത്താൽ നല്ല അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഈ ജ്യൂസ് കുടിക്കേണ്ടത്. അരിക്കരുത്. അരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഞാനിവിടെ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ പാലും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ഈ വത്തക്ക ജ്യൂസിൻ്റെ കളർ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. കുട്ടികളൊക്കെ ആണെങ്കിലും വേഗത തന്നെ കഴിച്ചോളും. ഇപ്പം വെള്ളമൊക്കെ ചില കുട്ടികൾക്ക് കുടിക്കാൻ ഭയങ്കര മടിയായിരിക്കും. പക്ഷെ നമ്മൾ ഇതുപോലെ ജ്യൂസ് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ കാണുമ്പം കുട്ടികൾ എന്തായാലും കഴിക്കും. വേറെ ജ്യൂസ് പോലെയല്ല, ഈ വത്തക്ക ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. നമ്മളിതുപോലെ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നമ്മൾ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ആ ഐസ് ക്യൂബിൻ്റെ കളർ തന്നെ വത്തക്ക ആ ഒരു കളറായിട്ട് മാറുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് അറിയിക്കാൻ നിങ്ങൾ പ്രത്യേകം മറക്കരുത്. കൂടെ എൻ്റെ ചാനൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ from Asna Yasmin. Thank you all.